വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ളത്. ഇന്ന് നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിൽ വോട്ടോട്ടം തുടരുന്നതിനിടയിലാണ് നമ്മൾ യാദൃച്ഛികമായാണ് ഈ ഒരു പരിപാടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ മാജിക്കിലൂടെയും ഒപ്പം തന്നെ ഒരാൾ എങ്ങനെ വോട്ട് ചെയ്യണം, അതിന്റെ ആവശ്യകത എന്താണ്, അതിൽ ഒരു ആപ്പടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് തന്നെ എന്നോടൊപ്പം ഈ ആളുകൾ ഇതിലേക്ക് ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയും ഒക്കെയായി ഒരു മജീഷ്യൻ കൂടി. മജീഷ്യൻ എന്താണ് പേര്? പ്രേംദാസ് ആണ് പേര്. പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 18 വയസ്സ് തികഞ്ഞിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വോട്ടവകാശം നമ്മുടെ സ്വന്തം അവകാശമാണ്, അത് പാഴാക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഈ സാക്ഷം ECI എന്നുള്ളൊരു ആപ്പുണ്ട്. അതിലൊന്ന് വിരലമർത്തി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെ വന്ന് വോട്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. നമ്മൾ ഇവരെ എല്ലാവരെയും ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു മാജിക് കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത്. മാജിക് കാണണം എന്നാണ്. കാണാം. ഓക്കെ, തീർച്ചയായിട്ടും മാജിക് കാണാം. ഞാൻ മ്യൂസിക് ഒന്നുമില്ലാതെയാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. അത് തന്നെ കൊള്ളായിരുന്നു. അത് വിളിച്ച് വീണ്ടും ഉണ്ട്. ഇത് ഒറിജിനൽ നോട്ടാണോ? അപ്പൊ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തു തന്നിരുന്നേ കൊള്ളായിരുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. തീർച്ചയായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് 18 വയസ്സ് തികഞ്ഞിട്ടുള്ള എല്ലാവരും വോട്ട് പാഴാക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായും എല്ലാ വോട്ടർമാരോടും പ്രത്യേകം അപേക്ഷിക്കുകയാണ്, എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായും തീർച്ചയായും. എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ, രസകരമായ രീതിയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തണമെന്നുള്ള, അതായത് വോട്ടവകാശം വിനിയോഗിക്കണമെന്നുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്നോടൊപ്പം നോഡൽ ഓഫീസർ കൂടി ചേരുന്നുണ്ട്. എന്താണ് സർ പേര്? എന്റെ ഒരു സുദേശൻ. എന്താണ് ഈ ഒരു പരിപാടി കൊണ്ട്? നമ്മുടെ ജില്ലയിൽ ആകമാനം വിവിധ തരത്തിലുള്ള അവബോധ പ്രവർത്തനം നടത്തുക, വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക, വോട്ടർ ലിസ്റ്റിൽ പേരുള്ള 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ള നമ്മുടെ ഭരണഘടനാ അവകാശം വിനിയോഗിക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം പരമാവധി വോട്ട് ശതമാനം ഉയർത്തുക, അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അവബോധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. തന്നെ 18 വയസ്സ് കഴിഞ്ഞ് നിരവധി ആളുകളുണ്ടായിരിക്കും, ചിലപ്പോൾ പക്ഷേ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള നിരവധി പേരുണ്ടായിരിക്കും. അവർക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അതെന്താണ് അതെന്ന് പറഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും മാത്രമാണ് ആ സൗകര്യം ഒരുക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം പോളിംഗ് സ്റ്റേഷനിൽ തന്നെ വന്ന് വോട്ട് ചെയ്യണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരെല്ലാം വോട്ട് ചെയ്യുക എന്നുള്ളത് പിന്നത്തെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധ പ്രവർത്തനം കൂടിയാണ്. വിവിധ തരത്തിലുള്ള പരിപാടി ജില്ലാ സ്വീപ്പിന്റെ നേതൃത്വ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. നാളെ തന്നെ നമ്മൾ കൊല്ലം ബീച്ചിൽ ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും പങ്കെടുക്കുന്ന വടമലി മത്സരം നടത്തുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ക്വിസ് മത്സരങ്ങളുണ്ട്, ഫ്ലാഷ് മോബുകളുണ്ട്. വിവിധ തരത്തിലുള്ള പരിപാടി ജില്ലയിലെ എല്ലാ 11 നിയോജക മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായി ഇതിപ്പം CO ഓഫീസിൽ നിന്ന് നേരിട്ട് ഏർപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള ഒരു അവബോധ പ്രവർത്തനം. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ നമ്മളിപ്പോൾ നഗരപ്രദേശങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളിൽ ഇലക്ഷൻ സന്ദേശം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കാണുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടുറപ്പിക്കാൻ നെട്ടോട്ട് കൂടുമ്പോൾ നമ്മൾ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും ഇതിൽ അവർ പറയുന്ന പോലെ തന്നെ വിരൽ തുമ്പിൽ ജനാധിപത്യം, ഞാൻ വോട്ട് ചെയ്യും, നമ്മൾ വോട്ട് ചെയ്യും, കൊല്ലം വോട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും അവരുടെ അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും വോട്ട് ചെയ്യാൻ 26-ന് പോളിംഗ് ബൂത്തിൽ എത്തണമെന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 കൊല്ലം.